Good morning everyone. Today we are moving on to the next portion in the third module. This is the syllabus of the third module. We have covered up till here. Today we are moving to the next topic, hydraulic coefficients of orifice and their experimental determination. So first we'll see what an orifice is. Orifice, the word meaning is opening. In fluid mechanics, orifice means an opening of any size in a pipe or at the bottom of or side of a container through which liquid is discharged. അപ്പോൾ orifice എന്ന് പറഞ്ഞാൽ വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് എന്നാണ്. പക്ഷേ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഇറ്റ് ക്യാൻ ബി ഓഫ് എനി സൈസ് ഓർ ഷേപ്പ്. എനി സൈസ് മാത്രമല്ല, എനി സൈസ് ഓർ ഷേപ്പ് എന്ന് എഴുതണേ. ഇൻ എ പൈപ്പ്, ഒരു പൈപ്പിലോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ, നമ്മളിപ്പോൾ ഒരു ടാങ്കിൻ്റെ സൈഡിൽ ഒരു ഹോളില്ലേ, ആ ഹോളിനെ നമ്മൾ orifice എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടെയ്നറിൻ്റെയോ റിസർവോയറിൻ്റെയോ ഒക്കെ സൈഡിലുള്ള ഹോൾസ്, എന്തിനാണ് ഹോള്? ത്രൂ വിച്ച് the liquid inside the tank or container is discharged. ആ ഓപ്പണിങ്ങിനെയാണ് orifice എന്ന് പറയുന്നത്. So we'll move on to the coefficients of an orifice. First one is coefficient of velocity. It is defined as the ratio between the actual velocity of a jet of liquid at the vena contracta and the theoretical velocity of the jet. Vena contracta എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. ഇപ്പോൾ ഇതുപോലെ ഒറിഫിസിലൂടെ വെള്ളം വീഴുന്ന സമയത്ത്, വെള്ളമല്ല എനി ലിക്വിഡ്, അത് വരുന്ന സമയത്ത് ആ ഒറിഫിസിൽ നിന്ന് കുറച്ച് മുന്നോട്ട് മാറി ഒരു പോർഷനിലാണ് മിനിമം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഫോർ ദ ജെറ്റ്. ആ ജെറ്റിന് ഏറ്റവും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവുള്ള ആ പോർഷനെയാണ് വീന കോൺട്രാക്റ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സി വി അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ആക്ച്വൽ വെലോസിറ്റി ഓഫ് ദ ജെറ്റ് അറ്റ് ദ വീന കോൺട്രാക്റ്റ ആൻഡ് ദ തിയററ്റിക്കൽ വെലോസിറ്റി ഓഫ് ദ ജെറ്റ്. അപ്പം നമ്മൾ ഇക്വേഷൻസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന വെലോസിറ്റിയാണ് തിയററ്റിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ച് ആക്ച്വലി ഒരു ഫ്ലോ സംഭവിക്കുമ്പോൾ ആ വീന കോൺട്രാക്റ്റയിൽ എന്തുമാത്രം വെലോസിറ്റി ഉണ്ടെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതിനെയാണ് ആക്ച്വൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വൽ വെലോസിറ്റിയും തിയററ്റിക്കൽ വെലോസിറ്റിയും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ലോസസ് ഒക്കെ ഉണ്ടാവുന്നത് കൊണ്ടും നമ്മൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ സമയത്ത് യൂസ് ചെയ്ത ചില അസംഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചില വാല്യൂസ് നമ്മൾ വളരെ ചെറുതാണെന്ന് കരുതി നെഗ്ലക്റ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാരണം കുറച്ച് ഡിഫറൻസ്, തിയററ്റിക്കൽ വെലോസിറ്റിയും ആക്ച്വൽ വെലോസിറ്റിയും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ആ റേഷ്യോയെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത്. സി വി ഇസ് ഈക്വൽ ടു ആക്ച്വൽ വെലോസിറ്റി ഓഫ് ദ ജെറ്റ് അറ്റ് ദ വീന കോൺട്രാക്റ്റ ബൈ തിയററ്റിക്കൽ വെലോസിറ്റി. ആക്ച്വൽ വെലോസിറ്റി നമ്മൾ ഫ്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടുപിടിക്കുന്ന ആക്ച്വൽ വെലോസിറ്റിയാണ് വി എന്ന് പറയുന്നത്. തിയററ്റിക്കൽ വെലോസിറ്റി നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നു. ആ ഇക്വേഷനാണ് റൂട്ട് ഓഫ് 2gh. So v is the actual velocity and root of 2gh is the theoretical velocity. അതിനകത്ത് എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിഫിസിന് മുകളിലായിട്ട് എന്തുമാത്രം ലിക്വിഡിൻ്റെ ഹൈറ്റ് ഉണ്ട്, ആ ഹെഡിനെയാണ് എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ സി വി ഇസ് ഈക്വൽ ടു actual velocity by theoretical velocity and the equation is v divided by root of 2gh. The value of CV varies from 0.95 to 0.99 and CV is equal to 0.98 for sharp edged orifice. അപ്പോൾ ഒരു ഒറിഫിസിൻ്റെ എഡ്ജ് ഒക്കെ വളരെ ഷാർപ്പായിട്ടുള്ള എഡ്ജസ് ആണ് എങ്കിൽ അതിനെയാണ് ഷാർപ്പ് എഡ്ജ്ഡ് ഓറിഫിസ് എന്ന് പറയുന്നത്. സി വി വാല്യൂ ഫോർ സച്ച് ആൻ ഓറിഫിസ് ഇസ് 0.98. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആക്ച്വൽ വെലോസിറ്റി എന്ന് പറയുന്നത് തിയററ്റിക്കൽ വെലോസിറ്റിയെക്കാട്ടി കുറച്ച് കുറവായിരിക്കും. അതായത് ന്യൂമറേറ്റർ കുറവും ഡിനോമിനേറ്റർ വലുതുമാണ്. അതുകൊണ്ട് തന്നെ വാല്യൂ ഓഫ് സി വി ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. Next is coefficient of contraction. It is defined as the ratio of the area of the jet at the vena contracta to the area of the orifice. അപ്പോൾ ഒറിഫിസിൽ നിന്ന് ജെറ്റ് ഓഫ് ലിക്വിഡ് പുറത്തേക്ക് വരുന്നു. അതിൽ ഒറിഫിസിൽ നിന്ന് കുറച്ച് മാറിയാണ് വീന കോൺട്രാക്റ്റ വരുന്നത്, വേർ ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ ജെറ്റ് ഇസ് മിനിമം. അപ്പോൾ ഏരിയ ഓഫ് ദ ജെറ്റ് അറ്റ് ദ വീന കോൺട്രാക്റ്റ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദ ഒറിഫിസ് എന്ന് പറയുന്നതാണ് കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ. So CC is equal to AC, area of the jet at the vena contracta, divided by area of the orifice A. The value of CC varies from 0.61 to 0.69 and in general CC is taken as 0.64. അപ്പോൾ ഇതും നമുക്കറിയാം വീന കോൺട്രാക്റ്റിലാണ് ഏറ്റവും ചെറിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂമറേറ്റർ ചെറിയ വാല്യൂവും ഡിനോമിനേറ്റർ വലിയ വാല്യൂവുമാണ്. സോ വാല്യൂ ഓഫ് CC is also always less than 1. Next is coefficient of discharge. It is defined as the ratio of the actual discharge from an orifice to the theoretical discharge from an orifice. അപ്പോൾ ആക്ച്വൽ ഡിസ്ചാർജും തിയററ്റിക്കൽ ഡിസ്ചാർജും തമ്മിലുള്ള
റേഷ്യോയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇഫ് ക്യൂ ഇസ് ദ ആക്ച്വൽ ഡിസ്ചാർജ് ആൻഡ് ക്യൂ ടി എച്ച് എന്ന് പറയുന്ന സഫിക്സ് ആണ് തിയററ്റിക്കലിൻ്റെ ടി എച്ച്. So QTH is the theoretical discharge, then CD, coefficient of discharge, is equal to Q by QTH. That is actual velocity, actual discharge by theoretical discharge. Actual discharge എങ്ങനെ കിട്ടും? Actual velocity into actual area divided by Q theoretical എങ്ങനെ കിട്ടും? Theoretical velocity into theoretical area. So ഇവിടെ നമുക്ക് അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ ആക്ച്വൽ വെലോസിറ്റി ബൈ തിയററ്റിക്കൽ വെലോസിറ്റി ഇൻറ്റു ആക്ച്വൽ ഏരിയ ബൈ തിയററ്റിക്കൽ ഏരിയ. ഇത് ഇൻറ്റു ആണ്, ഇത് ഇസ് ഈക്വൽ ടു അല്ല. So actual velocity by theoretical velocity into actual area by theoretical area. So what is actual velocity by theoretical velocity? It is nothing but coefficient of velocity CV, and actual area by theoretical area is coefficient of contraction. So it means CD, coefficient of discharge, is equal to coefficient of velocity into coefficient of contraction. This is a very important relationship. The value of CD varies from 0.61 to 0.65, and in general the value is taken as 0.62. Coefficient of contraction നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ അത് റിപ്പീറ്റ് ആയി വന്നേക്കുക, അത് വീണ്ടും എഴുതണ്ട കേട്ടോ. Now moving on, experimental determination of hydraulic coefficients. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് കാര്യങ്ങളാണ് ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ്. ഏതൊക്കെയാണ്? കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി, കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ്. ഇതിനെ നമുക്ക് എക്സ്പെരിമെൻ്റലി എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം എന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് is the determination of coefficient of discharge. So this is the experimental setup for the determination of CD. Water is allowed to flow through an orifice fitted to a tank under a constant head H as shown in figure. So ഇതൊരു ടാങ്ക് ആണ്, അതിൻ്റെ സൈഡിൽ ഇവിടെ ഒരു orifice ഉണ്ട്. ആ orificeലൂടെ ലിക്വിഡ് പുറത്തേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒറിഫിസിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ മുകളിൽ എച്ച് എന്ന് പറയുന്ന ഹെഡ് ഉണ്ട്. ഹെഡ് എന്ന് പറഞ്ഞാൽ ആ ഒറിഫിസിന് മുകളിലായിട്ട് എന്തുമാത്രം ലിക്വിഡ് നിൽപ്പുണ്ടെന്നുള്ളതിനാണ് ഹെഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് ഹെഡ്. കോൺസ്റ്റൻറ്റ് ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ ഒറിഫിസിലൂടെ ലിക്വിഡ് പുറത്തേക്ക് പോകുന്ന അതേ അളവിൽ തന്നെ ഇവിടെ നമ്മൾ ലിക്വിഡ് അകത്തേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഹെഡ് മാറുന്നില്ല, എപ്പോഴും ഇവിടെ ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്ന ഹെഡ് നിലനിൽക്കുന്നു. അതിനെയാണ് കോൺസ്റ്റൻറ്റ് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒറിഫിസിലൂടെ വരുന്ന ഡിസ്ചാർജിനെ നമ്മൾ വേറൊരു മെഷറിംഗ് ടാങ്കിൽ കളക്ട് ചെയ്യുന്നു. അതാണ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. ഓക്കെ, ദ വാട്ടർ ഈസ് കളക്റ്റഡ് ഇൻ എ മെഷറിംഗ് ടാങ്ക് ഫോർ എ നോൺ ടൈം ടി. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ടൈമിലേക്ക് നമ്മൾ മെഷറിംഗ് ടാങ്കിൽ ഇത് ലിക്വിഡ് കളക്ട് ചെയ്യുന്നു. ദ ഹൈറ്റ് ഓഫ് വാട്ടർ ഇൻ ദ മെഷറിംഗ് ടാങ്ക് ഈസ് നോട്ടഡ് ഡൗൺ. മെഷറിംഗ് ടാങ്കിൽ ടി സമയം കൊണ്ട് എന്തുമാത്രം ലിക്വിഡ് വീണു എന്ന് നമ്മൾ നോട്ട് ചെയ്യുന്നു. ദെൻ ആക്ച്വൽ ഡിസ്ചാർജ് ത്രൂ ദ ഒറിഫിസ്, Q is equal to area of the measuring tank into height of water in the measuring tank divided by time. Area of the measuring tank into height of water in the measuring tank എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? വോളിയം ഓഫ് ദ ലിക്വിഡ് ഇൻ ദ മെഷറിംഗ് ടാങ്ക് അല്ലേ? മെഷറിംഗ് ടാങ്കിൻ്റെ ഏരിയ തന്നെ ആയിരിക്കും ലിക്വിഡിൻ്റെ ഏരിയ ഇൻറ്റു ഹൈറ്റ് ഓഫ് വാട്ടർ ഇൻ ദ മെഷറിംഗ് ടാങ്ക്. മെഷറിംഗ് ടാങ്കിൽ ടി സമയത്തേക്ക് എന്തുമാത്രം ലിക്വിഡ് കളക്ട് ചെയ്യപ്പെട്ടു. അതായത് നോക്കിക്കേ, ടി സമയം കളക്ട് ചെയ്യപ്പെട്ട ലിക്വിഡാണ് അതിലിരിക്കുന്നത്. സോ ഏരിയ ഓഫ് ദ ടാങ്ക് എന്ന് പറയുന്നത് തന്നെയാണ് ഏരിയ ഓഫ് ദ ലിക്വിഡ് കളക്റ്റഡ്. സോ ഏരിയ ഓഫ് ദ ലിക്വിഡ് കളക്റ്റഡ് ഇൻറ്റു ഹൈറ്റ് ഓഫ് വാട്ടർ ഇൻ ദ മെഷറിംഗ് ടാങ്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ് ഡിസ്ചാർജ്, ആക്ച്വൽ ഡിസ്ചാർജ് ത്രൂ ദ ഒറിഫിസ് അല്ലേ? നമ്മൾ ആ ഡിസ്ചാർജ് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെ മെഷർ ചെയ്ത് കണ്ടുപിടിച്ചേക്കുവാണ് അതിൻ്റെ ഡിസ്ചാർജ് എത്രയാണ്. സോ ദാറ്റ് ഈസ് ദ ആക്ച്വൽ ഡിസ്ചാർജ്. നൗ ദ തിയററ്റിക്കൽ ഡിസ്ചാർജ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട്. സോ ഏരിയ ഓഫ് ദ ഒറിഫിസ് ഇൻറ്റു റൂട്ട് ഓഫ് 2g h. എച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ഒറിഫിസിന് മുകളിലുള്ള കോൺസ്റ്റൻറ്റ് ഹെഡ്. So coefficient of discharge will be equal to Q, which is the actual discharge, divided by theoretical discharge is A into root of 2gh. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് വെച്ചിട്ട് നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഡിസ്ചാർജ് ബൈ തിയററ്റിക്കൽ ഡിസ്ചാർജ്. ആക്ച്വൽ ഡിസ്ചാർജ് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ചു, തിയററ്റിക്കൽ ഡിസ്ചാർജ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിച്ചു. അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റേഷ്യോ ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ്. Next is determination of coefficient of velocity. Let CC represents the vena contracta of a jet of water coming out from an orifice under constant head as shown in the above figure. നേരത്തെ അതേ ഫിഗർ ആണ്. അതിനകത്ത് സി സി ഇതിനകത്ത് മാർക്ക് ചെയ്തേക്കുന്ന സി സി നോക്കിക്കേ. സോ ഈ സി സി ആണ്
വീന കോൺട്രാക്റ്റ. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ ഞാൻ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ വീന കോൺട്രാക്റ്റയിൽ നിന്ന് നമ്മൾ ഒരു വാട്ടർ പാർട്ടിക്കിളിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. ഓക്കെ, ആ വാട്ടർ പാർട്ടിക്കിൾ സി എന്ന ഈ സി സി വീന കോൺട്രാക്റ്റയിൽ നിന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റിലെത്തി. പി നോക്കിക്കുക എവിടെയാണ്? സോ ദിസ് ഇസ് പോയിന്റ് പി. അപ്പോൾ ആ പോയിന്റ് പിയുടെ കോർഡിനേറ്റ്സ് നോക്കിക്കേ. ഫ്രം ദ വീന കോൺട്രാക്റ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. വീന കോൺട്രാക്റ്റയിൽ നിന്ന് ഹൊറിസോണ്ടലി എക്സ് ഡിസ്റ്റൻസ് മാറി വെർട്ടിക്കലി വൈ ഡിസ്റ്റൻസ് മാറിയാണ് പി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. ഓക്കെ, consider a liquid particle which is at vena contracta at any time and takes the position P along the jet and time t. ഫിഗർ ഒന്നുകൂടെ നോക്കിക്കോളാം നിങ്ങൾ. സീൻ സി എന്ന് പറയുന്ന വീന കോൺട്രാക്റ്റിൽ ഇരിക്കുന്ന ഒരു ലിക്വിഡ് പാർട്ടിക്കിളിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. അത് പി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുന്നു. എത്ര സമയം എടുത്തിട്ട്? ടി സമയം എടുത്തിട്ട് എത്തുന്നു. Let x be the horizontal distance traveled by the particle in time t. അപ്പോൾ അത് ഹൊറിസോണ്ടലി എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്തു, വെർട്ടിക്കലി വൈ ഡിസ്റ്റൻസും മൂവ് ചെയ്തു. ലെറ്റ് വി ബി ദ ആക്ച്വൽ വെലോസിറ്റി ഓഫ് ദ ജെറ്റ് അറ്റ് ദ വീന കോൺട്രാക്റ്റ. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്ച്വൽ വെലോസിറ്റി മെഷർ ചെയ്യുവാണെങ്കിൽ അത് വി എന്നിരിക്കട്ടെ. അപ്പോൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും അത് മൂവ് ചെയ്തേക്കുന്നത്? വി ഇൻറ്റു ടി ആയിരിക്കും മൂവ് ചെയ്തേക്കുന്നത്, അല്ലേ? വീന കോൺട്രാക്റ്റയിലെ വെലോസിറ്റി എന്ന് പറയുന്നത് തന്നെയാണ് ആ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി. സോ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അത് മൂവ് ചെയ്തേക്കുന്നത് എത്രയായിരിക്കും? വി ഇൻറ്റു ടി. വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. അതുപോലെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് ഫ്രീ ഫോൾ ആണ്. സോ വൈ ഇസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ. Now from equation 1, equation 1 ഇതാണ് equation 1 and x is equation 1 and y is equation 2. From equation 1 നമുക്ക് എഴുതാം t is equal to x by v എന്ന് എഴുതാം. അതിനെ നമ്മൾ സെക്കൻഡ് ഇക്വേഷനിൽ ഹാഫ് ജി ടി സ്ക്വയറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ y is equal to half into g into t എന്താണ്? x by v, x square by v square, or v square is equal to gx square by 2y, or v is equal to root of gx square by 2y. സോ ഇതാണ് ആക്ച്വൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ. തിയററ്റിക്കൽ വെലോസിറ്റി നമുക്കറിയാം, വി തിയററ്റിക്കൽ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി. കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി സി വി ഇസ് ഈക്വൽ ടു ദിസ് ഇസ് വി ആക്ച്വൽ ആൻഡ് ദിസ് ഇസ് വി തിയററ്റിക്കൽ. സോ വി ആക്ച്വൽ ബൈ വി തിയററ്റിക്കൽ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് gx സ്ക്വയർ ബൈ 2y ഡിവൈഡഡ് ബൈ root of 2gh, that is root of gx square by 2y into 1 by root of 2gh, or cv is equal to x divided by root of 4yh. Next is determination of coefficient of contraction. It is determined from the equation. So coefficient of contraction നമുക്ക് ഈസി ആയിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഡിറ്റർമിൻ ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് സി ഡി ഇസ് ഈക്വൽ ടു സി വി ഇൻറ്റു സി സി എന്ന്. സി ഡിയും സി വിയും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ പ്രീവിയസ് സ്ലൈഡ്സിൽ പഠിച്ചു. സോ സി സി വിൽ ബി ഈക്വൽ ടു സി ഡി ബൈ സി വി. നൗ ഫ്ലോ ത്രൂ ലാർജ് റെക്ടാങ്കുലർ ഓറിഫിസ്. അപ്പോൾ എന്താണ് ഒരു ലാർജ് റെക്ടാങ്കുലർ ഓറിഫിസ് എന്ന് പറഞ്ഞാൽ? റെക്ടാങ്കുലർ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ദ ഷേപ്പ് ഓഫ് ദ ഓറിഫിസ് വിൽ ബി റെക്ടാങ്കുലർ. ഇനി അതിനെ ലാർജ് എന്ന് എപ്പോഴാണ് വിളിക്കുന്നത്? ഇഫ് ദ ഹെഡ് ഓഫ് ലിക്വിഡ് ഈസ് ലെസ് ദാൻ 5 times ദ ഡെപ്ത് ഓഫ് ദ ഓറിഫിസ്, ദെൻ ദ ഓറിഫിസ് ഇസ് കോൾഡ് എ ലാർജ് ഓറിഫിസ്. ഒരു ഓറിഫിസിന്റെ മുകളിലുള്ള ഹെഡ് എന്ന് പറയുന്നത് ഓറിഫിസിന്റെ ഡെപ്തിന്റെ 5 ടൈംസിനെക്കാട്ടിൽ കുറവാണ് എങ്കിൽ ദാറ്റ് ഓറിഫിസ് ഈസ് നോൺ ആസ് എ ലാർജ് ഓറിഫിസ്. In case of small orifice, the velocity in the entire cross section of the jet is considered to be constant and the discharge can be calculated. അപ്പോൾ നമ്മൾ ഒരു ചെറിയ ഓറിഫിസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ ഓറിഫിസിലൂടെ വരുന്ന ജെറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിലൂടെ വരുന്ന ഡിസ്ചാർജ് ചെയ്യുന്ന ആ സ്ട്രീം ഓഫ് വാട്ടറിനെയാണ് ജെറ്റ് എന്ന് പറയുന്നത്. ആ ജെറ്റിൻ്റെ മുകളിൽ തൊട്ട് താഴെ വരെ ഒരേ വെലോസിറ്റി, കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിരിക്കും എന്നാണ് നമ്മൾ എടുക്കുന്നത് സ്മോൾ ഓറിഫിസിന്. In case of small orifice, the velocity in the entire cross section of the jet is considered to be constant and the discharge can be calculated. Q is equal to CD into A into root of 2gh എന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കാം in case of a small orifice. But in case of a large orifice, the velocity is not constant over the entire cross section of the jet. അപ്പോൾ ലാർജ് ഓറിഫിസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ലാർജ് ഓറിഫിസിൽ നിന്ന് വരുന്ന ജെറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നതും ലാർജ് ആയിരിക്കും. അതിൻ്റെ മുകളിൽ തൊട്ട് താഴെ വരെ ഒരേ വെലോസിറ്റി ആയിരിക്കില്ല. Consider a large orifice in one side of the tank discharging freely into the atmosphere at a constant head h. ഫിഗർ നോക്കുക.
ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ലാർജ് ഒറിഫിസ് ആണ്. ആ ലാർജ് ഒറിഫിസിൻ്റെ മുകളിലേക്ക് ക്യാപിറ്റൽ എച്ച് എന്ന കോൺസ്റ്റൻറ്റ് ഹെഡിൽ വാട്ടർ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ വാട്ടർ എന്ന് പറയുന്നെങ്കിൽ ഇറ്റ് ഇസ് ആപ്ലിക്കബിൾ ടു എനി ലിക്വിഡ്. സോ ഇവിടെ എച്ച് എന്ന് പറയുന്ന ഹൈറ്റിലാണ് അവിടെ വാട്ടർ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ലാർജ് ഒറിഫിസ് ആയതുകൊണ്ട് തന്നെ ആ ലാർജ് ഒറിഫിസിൻ്റെ ടോപ്പ് തൊട്ട്, ഇതാണ് ടോപ്പ് ഓഫ് ദ ഒറിഫിസ് ആൻഡ് ദിസ് ഇസ് ദ ബോട്ടം ഓഫ് ദ ഒറിഫിസ്. ഈ ടോപ്പ് ഓഫ് ദ ഒറിഫിസിന് മുകളിലുള്ള ഹെഡ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന ക്യാപിറ്റൽ എച്ച് വണ്ണും ബോട്ടം ഓഫ് ദ ഒറിഫിസിൻ്റെ മുകളിലുള്ള ഹെഡ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എച്ച് ടു ആണ്. ഓക്കെ, അപ്പോൾ എച്ച് വൺ എച്ച് ടു മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എച്ച് എന്ന് പറയുന്നത് ഈ ഒറിഫിസിൻ്റെ സെൻറ്റർ തൊട്ട് മുകളിൽ വരെയുള്ള കോൺസ്റ്റൻറ്റ് ഹെഡ്. എച്ച് വൺ എന്ന് പറയുന്നത് ടോപ്പ് ഓഫ് ദ ഒറിഫിസ് തൊട്ട് അതിൻ്റെ മുകളിലേക്കുള്ള ഹെഡ്. എച്ച് ടു എന്ന് പറയുന്നത് ബോട്ടം ഓഫ് ദ ഒറിഫിസ് തൊട്ട് മുകളിലേക്കുള്ള ഹെഡ്. ഓക്കെ, H1 is the height of liquid above the top edge of the orifice. H2 is the height of liquid above the bottom of the edge of the orifice. B is the breadth of the orifice and D is the depth of the orifice. സി, ഈ ഒറിഫിസിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ കാണുന്ന വ്യൂ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒറിഫിസിൻ്റെ ബ്രെഡ്ത്തും ഡെപ്തും കാണാം. B is the breadth of the orifice and D is the depth of the orifice. Let CD be the coefficient of discharge. ഈ ഡെപ്ത് ഓഫ് ദ ഒറിഫിസ് ഡി ഇസ് ഈക്വൽ ടു എച്ച് ടു മൈനസ് എച്ച് വൺ എഴുതിയ മനസ്സിലായല്ലോ അല്ലേ? ഈ ഒറിഫിസിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെ അല്ലേ, എത്രയാണ് ഡെപ്ത് എന്ന് പറയുന്നത്? അതെന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് ടു മൈനസ് എച്ച് വൺ. കൺസിഡർ ആൻ എലമെൻ്ററി സ്ട്രിപ്പ് ഓഫ് ഡെപ്ത് ഡി എച്ച് അറ്റ് എ ഡെപ്ത് എച്ച് ബിലോ ദ ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡ് ഇൻ ദ ടാങ്ക് ആസ് ഷോൺ ഇൻ ഫിഗർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡ് വ്യൂ ആണ് ഇവിടുന്ന് വരച്ചിരിക്കുന്നത്. അതായത് ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന വ്യൂ ആണ്. റെക്റ്റാങ്കുലർ ഒറിഫിസ് ആണ്, ലാർജ് ഒറിഫിസ് ആണ്. അപ്പോൾ ഇതിനകത്തൂടെയുള്ള ഡിസ്ചാർജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ചെറിയ സ്ട്രിപ്പ്. ആ സ്ട്രിപ്പിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഡി എച്ച് ആണ്. ആ സ്ട്രിപ്പിന് മുകളിലുള്ള ഹെഡ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് സ്മോൾ എച്ച് ആണ്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. സോ ഡി എച്ച് ഇസ് ദ ഡെപ്ത് ഓഫ് ദ small strip that you have considered and small h is the head of water above the strip under consideration. Now what is the area of the strip? Area of the strip will be equal to rectangular strip ആണ്, so B into DH will be the area of the strip. Theoretical velocity of water through the strip. ആ സ്ട്രിപ്പിലൂടെ വരുന്ന വാട്ടറിൻ്റെ തിയററ്റിക്കൽ വെലോസിറ്റി എന്തായിരിക്കും? റൂട്ട് ഓഫ് 2GH. എന്തുകൊണ്ടാണ് സ്മോൾ എച്ച് എടുത്തത്? നമ്മൾ കൺസിഡർ ചെയ്ത സ്ട്രിപ്പിൻ്റെ മുകളിലുള്ള ഹെഡ് എന്ന് പറയുന്നത് സ്മോൾ എച്ച് മാത്രമേ ഉള്ളൂ. ഓക്കെ, നൗ ഡിസ്ചാർജ് ത്രൂ ദ എലമെൻ്ററി സ്ട്രിപ്പ് ഇസ് ഗിവൺ ആസ്, നമ്മൾ ഇപ്പോൾ ഇവിടെ എഴുതിയത് ഏരിയ ഓഫ് ദ സ്ട്രിപ്പും വെലോസിറ്റി ഓഫ് ദ സ്ട്രിപ്പ്, ഏരിയ ഓഫ് ദ സ്ട്രിപ്പും വെലോസിറ്റി ഓഫ് വാട്ടർ ത്രൂ ദ സ്ട്രിപ്പുമാണ് എഴുതിയത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡിസ്ചാർജ് ത്രൂ ദ സ്ട്രിപ്പ് കണ്ടുപിടിക്കാം. ചെറിയ സ്ട്രിപ്പിലൂടെയുള്ള ഡിസ്ചാർജ് ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ DQ എന്ന് വിളിക്കുന്നത്. DQ is equal to CD into area of the strip into velocity. CD into area of the strip നമ്മൾ ഇവിടെ എഴുതി BDH into theoretical velocity is root of 2GH. So CD into B into root of 2DH into DH എന്ന് നമുക്കിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ DQ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ ഫുൾ, DQ എന്ന് പറയുന്ന ആ സ്ട്രിപ്പിലൂടെയുള്ള ഡിസ്ചാർജ് മാത്രമാണ്. നമുക്കത് ഫുൾ ഒറിഫിസിലൂടെയുള്ള ഡിസ്ചാർജ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആ DQൻ്റെ ഇക്വേഷനെ നമ്മൾ H2 H1 ലിമിറ്റിൻ്റെ ഇടയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഈ ഫുൾ സ്ട്രിപ്പിലൂടെയുള്ള, ഫുൾ റെക്റ്റാങ്കുലർ ഒറിഫിസിലൂടെയുള്ള ഡിസ്ചാർജ് കിട്ടും. ഓക്കെ, so by integrating the above equation between the limits H1 and H2, the total discharge can be found out. So Q is equal to integral H1 to H2 CDB root of 2GH into DH. ഈ സാധനമാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, അതിനകത്ത് CD B root of 2G കോൺസ്റ്റൻ്റ് ആണ്, അതിനെ പുറത്തെടുത്തു. സോ CD B root of 2G into integral H1 to H2 root H DH. Okay, so which is equal to CD B root 2G into integral root H DH എന്താണ്? H raised to 3 by 2 by 3 by 2. So here H raised to 3 by 2 by 3 by 2 over the limits H1 to H2. ഇനി ആ ലിമിറ്റ്സും കൂടെ അപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ഫോർ ദ ഡിസ്ചാർജ് ത്രൂ ദ ലാർജ് റെക്ടാങ്കുലർ ഓറിഫിസ്. എന്താ കിട്ടുന്നത്? 2/3. ഇതിനെ ഈ കിട്ടിയ ഇക്വേഷനെ നമ്മൾ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് ലിമിറ്റും അപ്ലൈ ചെയ്ത് വെച്ചേക്കുവാണ്. Q is equal to 2/3 CDB root 2G into H2 raised to 3 by 2 minus H1 raised to 3 by 2. This is a very important relation. Discharge through a large rectangular orifice. Q is equal to, ഇതൊരു ബോക്സ് വരച്ച് അതിനകത്ത് ഇട്ട് വെക്കണം കേട്ടോ.
Q is equal to 2 by 3 CD B root 2G into H2 raised to 3 by 2 minus H1 raised to 3 by 2.